കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോട് നമുക്ക് നേരെ അളകനന്ദയുടെ ഗൗതമിന്റെയൊക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നലെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നന്ദ ഡാൻസ് പെർഫോമൻസിന് പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇതൊക്കെ ഓർത്തും നന്ദയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. വീട്ടിൽ വന്നിട്ട് അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് നന്ദ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഇനി അച്ഛൻ അറിയാലോ, ഞാൻ ആ പഴയ ഡാൻസ് കളിച്ചേക്കുന്ന അച്ഛന്റെ മുന്നിൽ മാത്രം നിന്നിട്ടാ ഇതുവരെ സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല. ഞാനാണ് ആദ്യമായിട്ട് ഒരു ഡിബേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നത്. അതോ എന്റെ കൂടെ കളിക്കുന്ന ആരാന്നറിയാലോ, ആ മിഥുന. അവനാണ് ഭയങ്കര നന്നായി ഡാൻസ് കളിക്കുന്നവനാ. അവന്റെ ഒപ്പം എനിക്ക് പിടിച്ചു നിൽക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടോടെ ഗൗതം അങ്ങോട്ട് വരുന്നേ. ഗൗതം വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ നന്ദ ഇത്ര ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കണം. അതൊന്നും പറഞ്ഞാൽ ഗൗതം സാറിന് മനസ്സിലാവില്ല, അറിയാവോ? അതെ, കോമ്പറ്റീഷനാ. ഇന്ന് വരെ അയാളെ എല്ലാ മത്സരം ജയിച്ചേക്കുന്നേ. ഇനിയിപ്പം ഞാനും കൂടെ കൂടിയിട്ട് അയാളുടെ മിക്കവാറും അയാൾ മത്സരത്തിൽ തോറ്റു പോകുന്ന തോന്നിയെന്ന് പറയണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ നന്നായിട്ട് കളിച്ചോളൂ എന്ന് പറയാം. പിന്നെ അതിന് എന്റെ ഡാൻസ് ഗൗതം സാർ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇന്ന് വരെ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിൽക്കണേ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് അറിയാലോ എന്ന് പറയണം. പിന്നെ അറിയാം, ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയണം. നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പോയി കളിച്ചോ. വെടി ഫസ്റ്റിലെ സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. ഇതൊക്കെ നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം എന്ന് പറയാം. അതൊക്കെ അങ്ങോട്ട് പറയാം, പക്ഷെ എന്റെ വിഷമം എനിക്കേ അറിയത്തുള്ളൂ. ഇനിയിപ്പം ഞാൻ കാരണം അങ്ങയുടെ ഭാവിയും കൂടെ ഞാൻ കൊളാക്കുന്ന തോന്നേ. അതെ, പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഡാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ പുറകെ തന്നെ ഇങ്ങനെ ചെലവഴിക്കാൻ നിൽക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്താ, ഡോക്ടർ ആവാന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ കാര്യമായിട്ട് പരിശ്രമിക്കണം. ഇതിന്റെ ഒപ്പം അതാ സൈഡിൽ കൂടെ അതങ്ങൾ നടന്നു പോയാൽ മതി. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അതൊക്കെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഗൗതം സാർ? അതൊക്കെ എനിക്കറിയാമെന്ന് പറയാണ്. പിന്നീട് ഗൗതം പറയാം, എന്നാൽ ശരി, ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ നന്ദ ഇങ്ങനെ ആലോചിക്കുക, ഏത് ഡാൻസ് ആയിരിക്കും കളിക്കാൻ പോകുന്നത്. അങ്ങനെ പിന്നീട് നേരെ മിഥുനെ കോൾ ചെയ്യുകയാണ്. മിഥുനോട് ചോദിക്കാം അതിനെക്കുറിച്ച് എന്താണെന്നൊക്കെ ഓർത്ത് ചോദിക്കാൻ നിർത്തി മിഥുനെ കോൾ ചെയ്യാം. മിഥുൻ ഫോൺ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിഥുനെ കോൾ ചെയ്താൽ മിഥുന് ഒരു പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നന്ദി ഓർത്ത് വെറുതെ അതിന്റെ 2 സ്റ്റെപ്പ് ഇട്ട് നോക്കാന്ന് ഓർത്തോണ്ട് നന്ദ അവിടെ നിന്ന് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കുവാണ്. കുറെ കാലം കളിച്ചിട്ട് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ചെറുതായിട്ട് ഒരു സ്റ്റെപ്പ് പോലും വെച്ചിട്ടില്ല. ഞാൻ മറന്നു പോയിട്ടുണ്ടോന്ന് അറിയണമല്ലോ. അങ്ങനെ വെറുതെ ഒരു പാട്ടിടിങ്ങനെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പവിത്ര എന്നോട് പോകുന്നത്. പവിത്ര നോക്കി കഴിയുമ്പോൾ നന്ദേച്ച് ഡാൻസ് കളിക്കുന്നു. ഇതെന്ത് പറ്റിയത് ഇങ്ങനെ? എന്തോ സന്തോഷം ഉണ്ടല്ലോ. അല്ല, കളിക്കില്ല, ഒന്ന് പോയി അറിഞ്ഞിട്ട് എന്റെ കാര്യം എന്നും പറഞ്ഞ് നേരെ നന്ദയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. നന്ദയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല നന്ദേച്ചി, ഇതെന്താ ഡാൻസ് കളിക്കുന്നത്? കുറെ സമയം നോക്കി നിന്നു. അതോ അത് ഞങ്ങളുടെ കോളേജിൽ മെഡി ഫസ്റ്റാ, അപ്പൊ അതിന്റെ കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ ഡാൻസ് മത്സരത്തിന് ചേർന്നിട്ടുണ്ടെന്ന് പറയാം. നന്ദേച്ചിയോ? നന്ദേച്ചിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയാമെന്ന് ചോദിക്കണം. അത്യാവശ്യമൊക്കെ. അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും പങ്കെടുത്തിട്ടില്ലേലും വീട്ടില് എന്റെ അച്ഛൻ എന്നെ അത്യാവശ്യം ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. കൊള്ളാം, അങ്ങനെ കളിക്കുകയാണെങ്കിൽ നന്ദേച്ചിക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് കിട്ടുമെന്ന് പറയണം. എന്റെ മനസ്സിൽ പറയാം, പിന്നെ ഇതും കളിച്ചിട്ടങ്ങ് ചെന്നാൽ മതി, ഇപ്പൊ കിട്ടുമെന്നുള്ള കാര്യം. പവിത്രയുടെ സ്വഭാവം അറിയാലോ. പവിത്ര എവിടെ പാര് പഴയും നോക്കി നിൽക്കുക. നന്ദ പറഞ്ഞു, ഡിബേറ്റ് ഡാൻസ് ഞാൻ മാത്രമല്ല കളിക്കണേന്ന് പറയണേ, പിന്നെ ആരാ? എന്റെ കൂടെ ഉണ്ടായിരിക്കും, പേരും കൂടെ ഉണ്ടായിരിക്കും. അല്ല, എന്റെ കൂടെ ഒരാളും കൂടെ കാണുമെന്ന് പറയാം. അല്ല, അതാരാ കളിക്കുന്നതെന്ന് ചോദിക്കണം. അത് മിഥുൻ എന്ന് പറയുന്ന ഒരാളാ. കൊള്ളാലോ, ആണുങ്ങളാണ് കൂടെ കളിക്കുന്നേക്കാണ്. അതല്ലേ ഞാൻ പറഞ്ഞു ഡിബേറ്റ് ഡാൻസ് ആന്ന് പറഞ്ഞത്. അപ്പൊ നന്ദേച്ചി അങ്ങ് പൊളിക്കുമല്ലേന്ന് ചോദിക്കണം. പിന്നെ അങ്ങേര് ഭയങ്കര ഡാൻസുകാരനാ, എനിക്ക് അയാളുടെ ഒപ്പം പെർഫോം ചെയ്യാൻ പറ്റുമോന്ന് അറിയത്തില്ല, അതിന്റെ ഒരു വിഷമം ഉള്ളെന്ന് പറയണം. ശരി, എന്നാ നന്ദേച്ചിയുടെ ഡാൻസ് പ്രാക്ടീസ് നടക്കട്ടെ എന്നും പറഞ്ഞു നേരെ പവിത്ര കേട്ട പാതി കേൾക്കാത്ത പാതി അടുക്കളയിലേക്ക് ഓടുവിടും. അടുക്കള ചെന്നപ്പോ പ്രിയുണ്ട്, മോഹിനിയുണ്ട്, ലക്ഷ്മിയമ്മയുണ്ട്. ലക്ഷ്മിയമ്മ കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത്. പവിത്ര എന്നപ്പോഴും അതെ, ഒരു വിശേഷം അറിഞ്ഞെന്ന് ചോദിക്കും. മോഹിനി എന്ത് വിശേഷം? അവിടെ നന്ദേച്ചി ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് ആന്ന് പറയാം. ഇതെന്താ ഡാൻസ് പ്രാക്ടീസോ? എന്തോ മെഡി ഫെസ്റ്റ് ഉണ്ടെന്നോ അങ്ങനെ പറയുന്നത് കേട്ടു. ലക്ഷ്മിയമ്മ ഇതൊക്കെ കേട്ടപ്പോ ചിരിക്കുവോ. ഡാൻസ് അല്ലേ, അവള് കളിച്ചോട്ടെ. പെട്ടെന്ന് മോഹിനി ചോദിച്ചു, അല്ല എന്ത് ഡാൻസ് അവള് കളിക്കുന്നത്? ഗ്രൂപ്പ് ഡാൻസ് ആണെന്ന് ചോദിക്കും. ഗ്രൂപ്പ് ഡാൻസ് ഒന്നും അല്ലമ്മേ, ഇതേ ഡ്യുവറ്റ് ഡാൻസ് ആന്ന് പറഞ്ഞേ. അതറിയ, ഈ ആണും പെണ്ണും ഒരുമിച്ചുള്ള ഡാൻസ്. ആണും പെണ്ണും ഒരുമിച്ചുള്ള ഡാൻസോ? അത് കൊള്ളാലോ. പെട്ടെന്ന് ലക്ഷ്മിനെ ഒന്ന് നോക്കുവാണ് മോഹിനി. എന്നിട്ട് പറഞ്ഞു, നിന്റെ മരുമോൾ എന്താണെങ്കിലും കൊള്ളാം. കോളേജിൽ പോയെന്ന് അവള് പഠിക്കാനാണോ അതോ വേറുള്ള ആണുങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാൻ പോകുന്നതാണോ? നല്ല സംശയമുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗൗതമത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടോ. മോളെ ഒന്ന് ശരിക്കും സൂക്ഷിച്ചോളാൻ പറയണം. ലക്ഷ്മിയമ്മയ്ക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വന്നു. ലക്ഷ്മിയമ്മ പറഞ്ഞു, അതിനിപ്പം എന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല. എന്റെ മോള് കോളേജിൽ പോകുന്ന പഠിക്കാൻ മാത്രമല്ല, ഇങ്ങനെയുള്ള ഡാൻസും പാട്ടും എല്ലാം അവൾക്ക് കഴിവുണ്ട്. അത് അവളുടെ കഴിവ് തെളിയിക്കുമെന്ന് പറയാം. ഈ സമയത്ത് പവിത്ര പറഞ്ഞു, തെളിയിച്ചാൽ മതി എന്ന് പറയാണ്.
പക്ഷെ ഇതൊക്കെ കേട്ടോണ്ട് അതിലൂടെ പിങ്കി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പിങ്കി കേട്ടു ഡിവൻ ഡാൻസ് ആണ്. പിന്നീട് പവിത്ര ഒരു കാര്യം കൂടെ പറഞ്ഞു, കൂടെ കളിക്കുന്ന എന്തോ മിഥുൻ പ്രസാദോ അങ്ങനെ എന്തോ ഒരു പേരാ പറഞ്ഞെന്ന് പറയണ. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങൾ. തനിക്ക് കിട്ടിയ അവസരം അത്, ഇത് മാക്സിമം മുതലെടുക്കണം. ഇതങ്ങനെ വിട്ടുകൊടുത്തുകൂടാ, എന്തേലും ചെയ്തേ പറ്റുള്ളൂ. ഇത് വെച്ച് ഇവൾക്കൊട്ടൊരു പണി തന്നെ കൊടുക്കണം എന്നങ്ങനെ പിങ്കി തീരുമാനിക്കും. എന്ത് ചെയ്യണം? മിഥുനുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കിയറിയാം. മിഥുനെ താൻ ഇതിനായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എങ്ങനെ മിഥുനെ തപ്പി കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ഇവൾക്കൊട്ടൊരു പണി കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഗൗതത്തിന്റെ മനസ്സിലേക്ക് ഒരു തീപ്പൊരി ഇടാൻ തനിക്ക് കഴിയണം. ഈ ഒരു പേര് വെച്ച് വേണം ഇനി ഇവളെ താൻ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട്. ദൈവമായിട്ട് കൊണ്ടെത്തുന്ന ഒരു അവസരം അവളുടെ ഡിവോട്ട് ഡാൻസ്. ഇതങ്ങ് പൊളിച്ചടുക്കി കൊടുക്കണം. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് പിങ്കിയുടെ മനസ്സിൽ. പിങ്കിയുടെ സ്വഭാവമില്ല, കുതന്ത്രം ഒപ്പിക്കാനായിട്ട് അവളെ കഴിഞ്ഞിട്ടുള്ളൂ. എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത്, എന്തേലും ഒരു ഇത് വീണ് കിട്ടിക്കഴിയുമ്പോഴത്തേനും ആ സമയത്ത് അത്തയെ പിടിച്ച് ആ വള്ളിയെ പിടിച്ച് കയറാൻ നോക്കും പിങ്കി. ആ സ്വഭാവമാണ് പിങ്കിക്ക്. പക്ഷെ പാവം നന്ദ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പവിത്ര നേരെ പോകുന്നത് അരുന്തിയുടെ അടുത്തേക്കായിരുന്നു. വല്യമ്മ ഒരു വിശേഷം അറിഞ്ഞെന്ന് ചോദിക്കും. എന്താ പവിത്ര നീ തുള്ളിച്ചാടി നടക്കുന്നത്? മോൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഏതാണ്ട് സന്തോഷമുള്ള കാര്യമാണല്ലോ. പിന്നെ സന്തോഷിക്കാതെ എങ്ങനെ ഇരിക്കും? ഇവിടെ നന്ദിച്ചേ ഡാൻസ് കോമ്പറ്റീഷൻ പോവാന്ന്. ഡാൻസ് കോമ്പറ്റീഷനോ? എന്തിന്? അയ്യോ, അവരുടെ കോളേജ് എന്തോ ഫെസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. കോളേജ് ഡേ ആന്നോ വെഡി ഫെസ്റ്റ് ആന്നോ എന്തൊക്കെയോ പറയണു. അപ്പൊ അതിന് വിട്ട് അതെന്താ അവൾ ഡാൻസ് കളിക്കട്ടെ. എന്റെ വല്യമ്മ, അവൾ ഡാൻസ് കളിക്കുന്നതിനല്ല കുഴപ്പം. അതെ, ഡിവോട്ട് ഡാൻസാ. ഡിവോട്ട് ഡാൻസോ? അതേന്നേ, ഈ രണ്ടുപേരും ഒരുമിച്ച്, ആണും പെണ്ണും ഒരുമിച്ച് കളിക്കുന്ന ഡാൻസ് ഇല്ലേ, അതാ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അവളോടൊന്ന് പഠിക്കാനാന്നും പറഞ്ഞ് കോളേജിലേക്ക് പോകുന്ന ഇതിനല്ലേ, കൂത്ത് കളിക്കാനല്ലേ? കൊള്ളാലോ. അല്ല, ഗൗതം ഇത് അറിഞ്ഞില്ലേന്ന് ചോദിക്കും. പിന്നെ ഗൗതമേട്ടൻ അറിഞ്ഞാൽ ഗൗതമേട്ടൻ ഇതുവല്ല പ്രശ്നമാണോ? ഗൗതമേട്ടനാണ് നന്ദേച്ചിനെ പറഞ്ഞു വിടുന്നതെന്ന്. ആഹാ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇന്ന് അവളുടെ കളി അങ്ങ് നിർത്തിച്ചേക്കാന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, പോയി നന്ദനെ കൊണ്ട് വിളിച്ചോണ്ട് വേണം. എന്തിനാ വല്യമ്മ? നീ വിളിച്ചോണ്ട് വാ, ഞാൻ പറയാന്ന് പറയാണ്. അങ്ങനെ പവിത്ര പോയി നന്ദനെ വിളിച്ചോണ്ട് വരികയാണ്. അപ്പൊ അരുന്തി ചോദിച്ചു, എന്താ നന്ദന ഞാൻ കേൾക്കണേന്ന് ചോദിച്ചു. എന്താ വല്യമ്മ? അല്ല, നീ ഏതാ ഡാൻസ് കളിക്കാൻ പോവാന്നൊക്കെ പറയുന്ന കേട്ടു. അതെ, ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്, അതും ഡിവോട്ട് ഡാൻസ് ആന്ന് പറയണേ. ഓഹോ, അല്ല നീ ആരോട് ചോദിച്ചത് എനിക്ക് പേര് കൊടുത്തേ? അതിപ്പോ ആരുടെയും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങളുടെ കോളേജ് നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ അല്ലേ, അപ്പൊ അതിന് പേര് കൊടുത്തു. ഞാനല്ല കൊടുത്തത്, എന്റെ സാറാ അത് ചെയ്തത്. പിന്നെ ഡിവോട്ട് ഡാൻസ് ആകുമ്പം അത് നറുക്കെടുത്താണ് ഒരാളെ തെരഞ്ഞെടുക്കണമെന്ന് പറയാം. പെട്ടെന്ന് അടുത്ത് പറഞ്ഞു, അതെ അമ്മാതിരി കോപ്രായങ്ങളൊന്നും ഇവിടെ വേണ്ട. ഇന്ത്യ വരം കുടുംബത്തിൽ നാണക്കേടുണ്ടാകുന്ന ഒരു കാര്യങ്ങളും വേണ്ടെന്ന് പറയാണ്. എന്താ വലിയ അങ്ങനെ പറഞ്ഞേ? അതെ, ആണുങ്ങളായിട്ടുള്ള ഡാൻസ് ഇതൊന്നും ഈ കുടുംബത്തിന് ചേരുന്നതല്ല. അതൊക്കെ കളിക്കണമെങ്കിൽ ഈ വീടിന് പുറത്ത്, ഈ വീടിനകത്ത് വെച്ചോണ്ട് നീ ഇപ്പം ഒരു ഭാര്യയാണ്, ആ ഒരു ചിന്ത വേണം. ഇമാതിരി കോപ്രായങ്ങളൊന്നും പാടില്ലെന്ന് പറയണ. നന്ദ പറഞ്ഞു, വല്യമ്മയ്ക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഇത് കോപ്രായൊന്നും അല്ല, ഡിവോട്ട് ഡാൻസാ. എന്ത് ഡാൻസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇമാതിരി കളികളും പരിപാടികളൊന്നും ഇവിടെ വേണ്ടാന്ന് പറയണം. ഈ സമയത്ത് പിങ്കിയും മോഹിനും എല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദയ്ക്ക് ആ പടം അങ്ങോട്ട് സങ്കടമായിപ്പോയി. ഇപ്പൊ ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, ഇതെന്താ എടുത്തി പറയണേ? ഇപ്പൊ ഡിവോട്ട് ഡാൻസ് കളിച്ചാൽ എന്താ കുഴപ്പമിരിക്കണേ? നിനക്കതൊക്കെ പറയാം ലക്ഷ്മി. ഈ ഇന്ത്യ പരന്തരവാടിന് ഒരു അഭിമാനമൊക്കെ ഉണ്ട്. നാളെ പുറത്താലും അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഗൗതമിന്റെ ഭാര്യയാണ്ട് ഒരുത്തന്റെ കൂടെ നിന്ന് പറ്റിച്ചേർന്ന് ഡാൻസ് കളിക്കുന്ന അറിഞ്ഞു കഴിയുമ്പോഴത്തേനെ എനിക്ക് തന്നെ നാണക്കേട്. നിനക്കതൊന്നും കാണത്തില്ലെന്ന് പറയാണ്. പെട്ടെന്ന് നന്ദ പറഞ്ഞു, എന്റെ വല്യമ്മ ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണ. ഡിവോട്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ പ്രത്യേകത ഒന്നും ഇല്ല. ഒരു ആങ്കൊച്ചും ഒരു പെങ്കൊച്ചും കൂടെ ഡാൻസ് കളിക്കുന്നു. അതിനകത്ത് ഇപ്പൊ എന്നാന്ന് ചോദിക്കട്ടെ? നീ കൂടുതലൊന്നും പറയണ്ട, പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയാണ്. നന്ദയ്ക്ക് ആ പടം കൂടെ വിഷമായിപ്പോയി. പിന്നീട് നന്ദ മുറിയിലേക്ക് ചെല്ലുവാണ്. നന്ദ മുറിയിലേക്ക് ഇപ്പൊ നന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയണേ? എന്താണ് ഡിവോട്ട് ഡാൻസ് കളിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തന്നെ നാണക്കേടാകും. ഇനിയിപ്പം ഇതിനോടൊപ്പം ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നിട്ടാ താൻ പിന്മാറുന്നെന്ന് എല്ലാവരും പറഞ്ഞു പറ്റും. പക്ഷേ തൻ്റെ സങ്കടം ആർക്കും മനസ്സിലാവത്തില്ലോ. അങ്ങനെ പിന്നീട് ഇന്ന് കഴിയുമ്പോഴത്തേനും ഇതിന്റെ കോള് വരുവാണ്. എവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായി ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നന്ദ പഠിക്കാനായിട്ട് ടെസ്റ്റ് എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഈ സമയത്താണ് കോള് വരുന്നത്. അപ്പോൾ ഗൗതമാണെങ്കിൽ പുറത്തേക്ക് പോവുകയും ചെയ്തായിരുന്നു. അങ്ങനെ നമ്മുടെ നന്ദി ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഫോൺ വിളിച്ചിങ്ങനെ ആസ്വദിച്ച് ബുക്കിനകത്ത് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൗതം അങ്ങോട്ട് കടന്നു വരുന്നത്. ഗൗതം കണ്ടി കാഴ്ച മതി പറഞ്ഞിരുന്ന് ഫോൺ വിളിക്കുന്ന നന്ദേനെ. അപ്പുറത്ത് മിഥുനാന്ന് മനസ്സിലാവുകയും ചെയ്തു. ഗൗതം കുറേ സമയം നോക്കി എന്നിട്ട് നന്ദ മൈൻഡ് ചെയ്യുന്ന പോലില്ല. ഗൗതത്തിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ഗൗതം അങ്ങോട്ട് കയറി വന്നിട്ട് ദേഷ്യപ്പെടുവാണ്. പെട്ടെന്ന് തന്നെ നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. പെട്ടെന്ന് നന്ദ കോള് കട്ട് ചെയ്തു. ചോദിച്ചു, നീ എന്ത് വിചാരിച്ചാ നന്ദനക്ക്? എന്താ ഗൗതം സാർ? അല്ല നിനക്ക് വല്ല ബോധമുണ്ടോ? എപ്പോഴും ഇപ്പൊ ഈ ഡാൻസ് എന്നൊരു ചിന്ത മാത്രമല്ല, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്ന നിന്റെ മനസ്സിൽ വേറൊന്നുമില്ല. ഇപ്പൊ തന്നെ നീ പഠിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? ഇന്ന് പഠിക്കുന്ന കാര്യത്തിലാണോ ശ്രദ്ധ? അല്ലല്ലോ. ഇപ്പൊ നിന്റെ ലക്ഷ്യം എന്താ? ഡാൻസ് ആണോ അതോ ഇപ്പൊ ഡോക്ടർ ആകാനാണോ എന്ന് ചോദിക്കണം. നന്ദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
എല്ലാം വേണം, ആവശ്യത്തിന് മാത്രം, ഓവർ ആവരുതെന്ന് പറയാണ്. നന്ദിച്ചാരി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ. അല്ല പിന്നെ നീ ഇതിന് മാത്രം എന്താ സംസാരിക്കാതിരിക്കുന്നേ? ഇത്ര സംസാരിക്കാനുണ്ടോ? പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്താൽ പോരെന്ന് ചോദിക്കണം. നന്ദ ഗോതത്തിന് പുതിയൊരു മുഖമായിരുന്നു കാണുന്നത്. അത് കാരണം നന്ദയ്ക്ക് അവിടെ വിശ്വസിക്കാൻ പോലും പറ്റില്ല. തന്റെ ഗൗതം സാറാണ് ഈ പറയുന്ന ഒരു ചിന്തയൊക്കെ നന്ദയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പുറത്തൂടെ പോയി പിങ്കി കേട്ടു. പിങ്കി ആ അവസരം മുതലാക്കാനായിട്ട് ഇത് കൊള്ളാം, നല്ല അവസരം തന്നെയാ, ഇപ്പൊ തന്നെ അവൾക്കൊട്ട് പണി കൊടുക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നന്ദ നേരെ ചെല്ലുന്ന ഗോതമ്പിന്റെ അടുത്തേക്കാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.